ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മളൊക്കെ പറയാറില്ലേ സമയമില്ല എന്ന്. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നിന്നെ വന്ന് കാണാതിരുന്നത്. സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്നേനെ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. യഥാർത്ഥത്തിൽ നമുക്കില്ലാത്തത് സമയമാണോ? മനസ്സല്ലേ? മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമയം തന്നെ ഉണ്ടാകും. മനസ്സില്ലാത്തത് കൊണ്ട് നമുക്ക് സമയം ഇല്ലാതെ വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത് സമയമുണ്ടോ എന്നല്ല, മനസ്സുണ്ടോ എന്നാണ്. യേശു പറയുന്നുണ്ട് മനസ്സുണ്ട് എന്ന്. സ്നേഹമുള്ളവരെ, വളരെ തിരക്കുള്ള, എപ്പോഴും രാവും പകലും തിരക്ക് പിടിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെ. എന്നാൽ ആ തിരക്കിലും സമയം കണ്ടെത്തി മറ്റുള്ളവരെ അനുഗ്രഹിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു യേശുവിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മൾ സമയമില്ല എന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് സമയമല്ല ഇല്ലാത്തത്, മനസ്സാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ സമയം തന്നെ ഉണ്ടാകും. നമ്മൾ മനസ്സുള്ളവരായി മാറിയാൽ മാത്രം മതി, സമയം തന്നെ ക്രമീകരിക്കപ്പെടും. അപ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് മനസ്സാണ്. നമുക്ക് ഓരോരുത്തർക്കും മനസ്സുള്ളവരായി തീരാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമയത്തെ നമുക്ക് ക്രമീകരിക്കാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. സർവശക്തനായ ദൈവം ഈ നിമിഷങ്ങളിൽ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.